ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ലെന്ന വാർത്തകൾ കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം നെതന്യാഹു പൊതുമധ്യത്തിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ബീറ്റ് ഷമീമിലെ തകർന്നടിഞ്ഞ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലാണ് നെതന്യാഹുവിനെ അവസാനമായി കാണാൻ കഴിഞ്ഞത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതും പ്രധാനമന്ത്രിയുടെ ഓഫീസടക്കം ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത നമ്മുടെ ചാനലിൽ മുൻപ് ചർച്ച ചെയ്തതുമാണ്. അന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയും ഓഫീസും ലക്ഷ്യം വെച്ച് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടെന്ന വാർത്തകൾ വന്നിരുന്നു. ഇസ്രായേൽ നേതൃത്വം യുദ്ധകാലത്ത് അഭയം പ്രാപിക്കുന്ന ടെല്ലവീവിലെ അതീവ രഹസ്യ ഭൂഗർഭ കേന്ദ്രമായ ബീബീസ് ബങ്കർ ലക്ഷ്യമിട്ട് ഇറാൻ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ പ്രയോഗിച്ചുവെന്നും ആക്രമണത്തിൽ നെതന്യാഹുവിന് മാരകമായി പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തെന്ന വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ നെതന്യാഹു ഇസ്രായേലിൽ ഇല്ല എന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. നെതന്യാഹു ജീവനോടെയുണ്ടോ അതോ അദ്ദേഹം കൊല്ലപ്പെട്ടോ എന്ന സംശയം ഊട്ടിയുറപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ സംബന്ധിച്ച് ഇത്തരമൊരു സംശയം ഉയരാൻ കാരണമായതാകട്ടെ നെതന്യാഹു തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയുമാണ്. വീഡിയോയിലെ ചില ദൃശ്യങ്ങളാണ് ഇത്തരമൊരു സംശയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഈ വീഡിയോയിലെ ചില ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചില സുപ്രധാന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് 13-ന് നെതന്യാഹുവിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ പുറത്തുവിട്ട വീഡിയോയാണ് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകുക എന്നതായിരുന്നു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. എന്നാൽ ആ വീഡിയോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നെതന്യാഹുവിന്റെ തന്നെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ നെതന്യാഹു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലത് കൈയിൽ 6 വിരലുകളുള്ളതായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിമിഷങ്ങൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത്. ക്ലാസിക് എ ഫിംഗർ ഗ്ലിച്ച് എന്ന അപാകതയാണ് വീഡിയോയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇത്തരം പിഴവുകൾ സംഭവിക്കാമെന്നതാണ് ഉപയോക്താക്കളുടെ പ്രധാന കണ്ടുപിടുത്തം. വീഡിയോയിൽ കാണുന്ന നെതന്യാഹുവിന്റെ കൈവിരലുകളിലെ എണ്ണത്തിന്റെ വ്യത്യാസം മുൻനിർത്തി വീഡിയോ വ്യാജമാണെന്ന വാദവും ശക്തമായിട്ടുണ്ട്. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നും ഇപ്പോൾ പുറത്തുവരുന്നത് AI നിർമ്മിത ദൃശ്യങ്ങളാണെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. ഫെബ്രുവരി 28-ന് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇറാൻ ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഇതോടെ കൂടുതൽ പ്രബലമാവുകയാണ്. നെതന്യാഹു യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ സർക്കാർ ഈ വിവരം രഹസ്യമാക്കി വെച്ചിരിക്കുകയുമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പടരുന്ന പ്രധാന പ്രചരണം. ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഒഴിവാക്കാൻ വേണ്ടി AI ഉപയോഗിച്ച് നിർമ്മിച്ച നെതന്യാഹുവിന്റെ ഡിജിറ്റൽ ഇരട്ടയാണ് വീഡിയോയിൽ കാണുന്നതെന്നും ആരോപണമുണ്ട്. AI നിർമ്മിത വീഡിയോകളിൽ ഇത്തരം സാങ്കേതിക പിഴവുകൾ സംഭവിക്കാറുണ്ടെന്നും കൈവിരലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നത് അതിന്റെ തെളിവാണെന്നും സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നെതന്യാഹു എവിടെയാണെന്ന ചോദ്യം ഇപ്പോൾ വേർ ഈസ് ബീബി എന്ന ഹാഷ്ടാഗോടെ ലോകമെമ്പാടും ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ദുരൂഹതകൾ പുകയുന്നത്. ഏകദേശം 2 ആഴ്ച പിന്നിടുന്ന ഈ യുദ്ധത്തിനിടയിൽ നെതന്യാഹുവിനെ പൊതുവേദികളിൽ കാണാത്തതും ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഇറാൻ തിരിച്ചടിച്ചോ അതോ ഇസ്രായേലിനുള്ളിൽ തന്നെ എന്തെങ്കിലും അട്ടിമറി നടന്നോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം വെറും വ്യാജ വാർത്തകളാണെന്നും നെതന്യാഹു സുരക്ഷിതനാണെന്നുമാണ് ഇസ്രായേൽ അനുകൂല കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. വീഡിയോ എഡിറ്റിംഗിലെ ചെറിയ പിഴവുകളോ അല്ലെങ്കിൽ ക്യാമറ ആംഗിളിലെ വ്യത്യാസമോ ആവാം കൈവിരലുകൾ 6 എണ്ണമായി തോന്നാൻ കാരണമെന്നാണ് ഇവരുടെ വാദം. പ്രധാനമന്ത്രിയെ പോലൊരു വ്യക്തി കൊല്ലപ്പെട്ടാൽ അത് ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്നും കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം സൈനിക തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എങ്കിലും 6 വിരലുകളുള്ള ആ ദൃശ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇസ്രായേൽ വാർത്താ ഏജൻസികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. യുദ്ധകാലത്ത് മനഃശാസ്ത്രപരമായ നീക്കങ്ങൾ നടത്തുക എന്നത് സ്വാഭാവികമാണ്. ശത്രുപക്ഷത്തിന്റെ മനോവീര്യം തകർക്കാൻ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഇവിടെ ദൃശ്യങ്ങൾ നേരിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ആളുകൾ അത്ര എളുപ്പത്തിൽ ഈ ദുരൂഹതയെ തള്ളിക്കളയുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരാളെ പോലെ മറ്റൊരാളെ സൃഷ്ടിക്കാനും അവരുടെ ശബ്ദത്തിൽ സംസാരിക്കാനും ഇന്ന് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹു നേരിട്ട് ജനങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ഈ സംശയങ്ങൾ അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതിനു പുറമെ നെതന്യാഹുവിന്റെ മകൻ യായർ നെതന്യാഹുവിന്റെ മൗനവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടാറുള്ള യായർ മാർച്ച് 9-ന് ശേഷം ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ എക്സിന്റെ സ്വന്തം ചാറ്റ്ബോട്ടായ ഗ്രോക്കും വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നെതന്യാഹു മരിച്ചുവെന്ന പ്രചാരണങ്ങൾ പച്ചക്കള്ളമാണെന്നും വീഡിയോ എഡിറ്റിംഗിലെ പിഴവോ വെളിച്ചത്തിന്റെ വ്യത്യാസമോ ആകാം വിരലുകളുടെ എണ്ണത്തിൽ മാറ്റം തോന്നിക്കാൻ കാരണമെന്നുമാണ് ഗ്രോക്ക് വിശദീകരിക്കുന്നത്. യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോഴും ഇസ്രായേൽ സൈനികർക്കും ജനങ്ങൾക്കും ആവേശം പകരേണ്ട പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തുന്ന ഒളിച്ചുകളിയുടെ ഉദ്ദേശം ഉടൻ തന്നെ മറനീക്കി പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. വിവാദമായ വീഡിയോ ദൃശ്യം കൂടി ചേർക്കുന്നു.